ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള വിൻഡോ ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. അവർ ഹൈലൈറ്റ്സിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ കയറിയിട്ട് നമ്മളുടെ രജിസ്ട്രേഷൻ ID, പാസ്വേഡ് ആൻഡ് ക്യാപ്ച കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് ടോപ്പ് കോർണറിൽ ആപ്ലിക്കേഷൻ ഫോം എന്നൊരു ഹെഡിങ് ഉണ്ട്. അതിൻ്റെ മുകളിൽ 3 ലൈൻസ് ഉണ്ട്. ആ 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ, കോളേജ് ഓപ്ഷൻസ്, സ്കോർ കാർഡ്, അലോട്ട്മെൻറ്റ്, റീഅറേഞ്ച് ഓപ്ഷൻസ് ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ റീഅറേഞ്ച് ഓപ്ഷനിലാണ് നമ്മൾ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് ഒന്നും കിട്ടാത്ത സ്റ്റുഡൻസിന് ഡയറക്റ്റ് റീഅറേഞ്ച് ചെയ്യാം. അവർക്ക് ടോക്കൺ ഫീ ഒന്നും പേ ചെയ്യാനല്ല. അവർക്ക് ഡയറക്റ്റ് റീഅറേഞ്ച് ചെയ്താൽ മതി. കോളേജ് ആവശ്യമില്ലാത്ത കോളേജസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് കിട്ടിയ സ്റ്റുഡൻസിന് മസ്റ്റായിട്ട് ടോക്കൺ ഫീ പേ ചെയ്യണം. ടോക്കൺ ഫീ പേ ചെയ്താലേ നമുക്ക് ഓപ്ഷൻസൊക്കെ റീഅറേഞ്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റത്തുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് കിട്ടിയിട്ട് ഇതുവരെ ടോക്കൺ ഫീ പേ ചെയ്യാത്ത സ്റ്റുഡൻസിന് ഇങ്ങനെ കാണിക്കും: ഓപ്ഷൻ റീഅറേഞ്ച്മെൻറ്റ് ക്യാൻ ബി ഡൺ ഓൺലി ആഫ്റ്റർ ടോക്കൺ ഫീ പേയ്മെൻറ്റ്. അപ്പോൾ ടോക്കൺ ഫീ പേ ചെയ്താലേ നമുക്ക് ഓപ്ഷൻസ് എല്ലാം റീഅറേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ടോക്കൺ ഫീ ഇതിനും ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് August 5 ആണ്. അപ്പോൾ ബിഫോർ August 5 ടോക്കൺ ഫീ പേ ചെയ്തിട്ട് നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ സ്റ്റുഡൻസിന് ഇനി ഒന്നും ചെയ്യാനില്ല. അവർക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കോളേജിൽ തന്നെ അവർ പറയുമ്പോൾ പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ഓപ്ഷനാണ് കിട്ടിയിട്ടുള്ളത്. മേളിലെ ഓപ്ഷൻസ് ഒന്നുമില്ല. താഴെയുള്ള ഓപ്ഷൻസ് എല്ലാം നെക്സ്റ്റ് അലോട്ട്മെൻറ്റിൽ കൺസിഡർ ചെയ്യത്തില്ല. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഇനി ഒന്നും ചെയ്യേണ്ട. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സെക്കൻഡ് ഓപ്ഷൻ കിട്ടിയ സ്റ്റുഡൻസിന് കിട്ടിയിട്ടുള്ള കോളേജ് ഓക്കെ ആണെങ്കിൽ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. റിമൂവ് ഓപ്ഷൻ ഉണ്ട്. റിമൂവ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്ക് അലോട്ടഡ് കോളേജിൻ്റെ മേളിൽ ഒരു കോളേജാണുള്ളത്. സോ പ്രിഫറൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് ഈ കോളേജ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഓക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനിലുള്ളത് റിമൂവ് മാത്രം ചെയ്യാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ ഒന്നും ചെയ്യേണ്ട. ടോക്കൺ ഫീ പേ ചെയ്തിട്ട് അങ്ങനെ തന്നെ ലീവ് ചെയ്താൽ മതി. ഇപ്പോൾ 2 കേസ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ സ്റ്റുഡൻസിന് ഒന്നും ചെയ്യേണ്ട. സെക്കൻഡ് ഓപ്ഷൻ കിട്ടിയ സ്റ്റുഡൻസിന് കിട്ടിയ കോളേജ് ഓക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷനിലുള്ള കോളേജ് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യേണ്ട. ഇവിടെ എങ്ങനെ റിമൂവ് ചെയ്യണമെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റീഅറേഞ്ച് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കിട്ടിയ സ്റ്റുഡൻസിന് മേളിൽ ഒരു ഓപ്ഷൻ മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ഓപ്ഷൻ ഓക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ റിമൂവ് ചെയ്യാം. റെഡ് കളർ ബട്ടൺ റിമൂവ് എന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മതി. ഓപ്ഷൻ വൺസ് ഡിലീറ്റഡ് കനോട്ട് ബി റെസ്യൂംഡ് എന്ന് വരും. വൺസ് നമ്മൾ ഡിലീറ്റ് ചെയ്താൽ പിന്നെ അത് റീഡൻ ചെയ്യാൻ പറ്റത്തില്ല. സോ ഡിലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തിങ്ക് ട്വൈസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓക്കെ കൊടുത്തിട്ട് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഡിലീറ്റ് ആയി പോകും. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന കോളേജിൽ തന്നെ അവർ പറയുന്ന ഡേറ്റിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കാം. ഇപ്പോൾ 2 കേസ് ഓവറായി. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ സ്റ്റുഡൻസിനും ഒന്നും ചെയ്യേണ്ട. സെക്കൻഡ് ഓപ്ഷൻ കിട്ടിയ സ്റ്റുഡൻസിനും ഇനി ഒന്നും ചെയ്യാനില്ല. അവർക്ക് കിട്ടിയ കോളേജ് ഓക്കെ ആണെങ്കിൽ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അതർ ദാൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ കിട്ടിയ സ്റ്റുഡൻസിനാണ് ഇത്. അപ്പോൾ അവർക്ക് ആദ്യം ടോക്കൺ ഫീ അടച്ച് കൺഫേം ചെയ്യണം. ടോക്കൺ ഫീ അടച്ചിട്ട് പിന്നെ റീഅറേഞ്ച് ഓപ്ഷൻ വരണം. റീഅറേഞ്ച് ഓപ്ഷൻ വരുമ്പോൾ ഇങ്ങനെ കാണിക്കും: നമുക്ക് അലോട്ട് ചെയ്ത കോളേജ് അലോട്ടഡ് എന്ന് കാണിക്കും. അതിന് താഴെയുള്ള കോളേജെല്ലാം കൺസിഡേർഡ് ഫോർ അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കും. പിന്നെ അതിന് മേളിലുള്ള കോളേജസിൽ ഓപ്ഷനിൽ റിമൂവും കാണും, അപ്ഡേറ്റും കാണും. അപ്പോൾ നമുക്ക് അലോട്ട് ചെയ്ത കോളേജിന് താഴെയുള്ളതെല്ലാം കൺസിഡർ ചെയ്യത്തില്ല. ഇനി വരുന്ന അലോട്ട്മെൻറ്റ്സിൽ മേളിലുള്ളത് മാത്രമാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് ഓക്കെ ആണെങ്കിൽ മേളിലുള്ള എല്ലാ ഓപ്ഷനും നിങ്ങൾക്ക് റിമൂവ് ചെയ്യാം. റിമൂവ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് എല്ലാം റിമൂവ് ചെയ്യാൻ പറ്റും. അല്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പ്രിഫറൻസ് മതിയെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യേണ്ട. ഓർഡർ മാറ്റണം, പ്രിഫറൻസ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ഉണ്ടല്ലോ, യെല്ലോ കളറിൽ അപ്ഡേറ്റ് ഉണ്ട്. അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അതർ ദാൻ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ കിട്ടിയ സ്റ്റുഡൻസിനാണിത്. അലോട്ടഡ് കോളേജിന് മേളിലുള്ള കോളേജിൽ നമുക്ക് റിമൂവ് ചെയ്യാനും പറ്റും,
അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മൾ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് വിൻഡോ ഓപ്പൺ ആവുന്നത്. കോളേജ് നെയിം, ആദ്യം കൊടുത്ത പ്രിഫറൻസ്, പിന്നെ നമ്മളിപ്പോൾ പുതിയതായിട്ട് കൊടുക്കാൻ പോകുന്ന പ്രിഫറൻസ് കൊടുക്കാൻ ബ്ലാങ്ക് സ്പേസസും കാണും. അപ്പോൾ നമുക്ക് ഏത് കോളേജാണോ ഫസ്റ്റ് പൊസിഷനിൽ വരേണ്ടത്, സെക്കൻഡ് പൊസിഷനിൽ വരേണ്ടത് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള നമ്പർ ഈ ബ്ലാങ്ക് ബോക്സസിൽ കൊടുക്കുക. ഈ ബോക്സസിൽ കൊടുത്ത് നമുക്ക് അപ്ഡേറ്റ് കൊടുക്കാം. ഇതെല്ലാം പ്രിഫറൻസ് എല്ലാം കൊടുത്തിട്ട് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് കാണിക്കും. അത് ഓക്കെ കൊടുത്താൽ മതി, നമുക്ക് പ്രിഫറൻസ് ചേഞ്ചായി. ഇനി ഒന്നും ചെയ്യാനില്ല, ഡൗൺലോഡൊന്നും ചെയ്യാനില്ല, ഇത്രയേ ഉള്ളൂ. ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കോളേജ് ഒന്നും കിട്ടാത്ത സ്റ്റുഡൻസിന് ഫുള്ള് കംപ്ലീറ്റും റിമൂവും അപ്ഡേറ്റും മാത്രമേ കാണത്തുള്ളൂ. ബിക്കോസ് നമുക്ക് ഒരു കോളേജും അലോട്ട് ആയിട്ടില്ലല്ലോ. അപ്പോൾ എല്ലാ കോളേജിൻ്റെ നേരെയും റിമൂവും കാണും, അപ്ഡേറ്റും കാണും. നിങ്ങൾക്ക് ഈ കോളേജ് വേണ്ട എന്നുണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് കൊടുത്തിട്ട് റിമൂവ് ചെയ്യാം. പിന്നെ പ്രിഫറൻസ് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് കൊടുത്തിട്ട് പ്രിഫറൻസും ചേഞ്ച് ചെയ്യാം. ആൻഡ് വൺസ് നമ്മൾ റിമൂവ് ചെയ്താൽ പിന്നെ ആഡ് ആക്കാൻ പറ്റത്തില്ല. സോ ബിഫോർ റിമൂവിങ് തിങ്ക് ട്വൈസ്. ആൻഡ് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, ആൻഡ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണെങ്കിൽ വേറെ കോളേജ് കിട്ടും. വേറെ കോളേജ് കിട്ടുവാണെങ്കിൽ കിട്ടുന്ന കോളേജിൽ തന്നെ നമുക്ക് അഡ്മിഷൻ എടുക്കണം. പ്രീവിയസ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റത്തില്ല. ആൻഡ് സെക്കൻഡ് കേസ്, ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നമുക്ക് കോളേജ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജിൽ തന്നെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ വേറെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു. ആൻഡ് ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് August 5 ആണ്. അപ്പോൾ ബിഫോർ August 5 ഫീ പേ ചെയ്യാത്തവർ ഫീയും പേ ചെയ്യണം, റീഅറേഞ്ച്മെൻറ്റും ചെയ്യണം. താങ്ക് യു.